നമ്മളിപ്പോൾ അരുവിക്കരയിലാണുള്ളത്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. മട്ടുപ്പാവ് കൃഷി ലാഭകരമാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുകയും ചെയ്യാം. കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്രോത്സാഹനം കൊടുത്തതാണ് ഈ മട്ടുപ്പാവ് കൃഷിക്കൊക്കെ. അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അരുവിക്കരയിലാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മുള്ളിലവൻ മൂട്. അപ്പം മട്ടുപ്പാവ് കൃഷി നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അരുവിക്കരയിലുള്ള മുള്ളിലമൂടിലുള്ള ഭാസ്കരൻ നായർ ചേട്ടൻ്റെയും നമസ്കാരം, വിജയം ചേച്ചിയുടെയും നമസ്കാരം വീട്ടിലേക്ക് വരിക. അവിടെ അവരുടെ മട്ടുപ്പാവിലും താഴെയും നിറയെ ശരിക്കും പറഞ്ഞാൽ കൃഷിയുടെ ഒരു ഉദ്യാനം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു സർവീസിൽ ജോലി? ഞാൻ സെക്രട്ടറിയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. 33 വർഷത്തെ സർവീസിന് ശേഷം എനിക്ക് കിൻഫ്ര എന്നൊരു വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 17 വർഷം അവിടെ ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ സ്വയം മതിയാക്കിയിട്ടാണ്. അപ്പോൾ ആ വിഷരഹിത പച്ചക്കറിയുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇനിയുള്ള വിശ്രമ ജീവിതം എങ്ങനെയെന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മകൾ പറഞ്ഞു, വീട്ടിൽ അച്ഛൻ വളരെ ആക്റ്റീവായിരുന്നു ഓഫീസിൽ. അതായത് ഇത്രയും 17 വർഷം ഇനി വീട്ടിലിരുന്ന് അച്ഛന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതിനെക്കാട്ടി ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പച്ചക്കറി തുടങ്ങിയാൽ അപ്പം ഇവിടെ നിറച്ച് പൂക്കളായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരെ ഞങ്ങൾ പൂക്കൾ വരച്ച് ഇവിടെ എല്ലാ ആൾക്കാർക്കും ഭയങ്കരമായ ഒരു പൂന്തോട്ടമായിരുന്നു. അപ്പോൾ അതിന് പകരം അതിൻ്റെ കൂടെ ഓരോ പച്ചക്കറിയും കൂടെ വെച്ചാലേ ഇപ്പോഴത്തെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാകും. മകളാണ് പ്രചോദനം. മകള് ഇത് ഇപ്പോൾ ഒരു വിദേശ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. വർക്ക് ചെയ്തിരുന്നോ? ഇല്ല, ഞാനൊരു വീട്ടമ്മയാണ്. സാധാരണ ഈ സെക്രട്ടേറിയറ്റിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ വളരെ ആക്റ്റീവ് ആയിരിക്കും ഈ ഓഫീസിൽ. ആ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും പാസീവായി പോവുകയും ചെയ്യും. പക്ഷേ ആ റിട്ടയർമെന്റ് ജീവിതത്തെ അർത്ഥമുള്ളതാക്കി മാറ്റുകയാണ് ഭാസ്കരൻ നായരും ഒപ്പം വിജയ മാഡവും. മകളുടെ പേരെന്താ? മകളുടെ ഒരു സ്മിത. അപ്പോൾ സ്മിത വിദേശത്തിൽ നിന്ന് ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും. വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്തോ? വർക്ക് ഫ്രം ഹോം ആണ്. ഇവിടെ തന്നെ ഉണ്ടോ? ശരി, തിരുമലയാണ്. അപ്പോൾ നമുക്കിനി ഈ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ പോകാം. പഞ്ചായത്തിലേക്ക് പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ്. പൂർണ്ണമായ പിന്തുണയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാർമേഴ്സ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ധാരാളം കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊരു മാതൃകാപരമായ ഒരു പദ്ധതിയായിട്ട് നമുക്ക് കാണാം. ആദ്യം നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഏകദേശം എത്ര ഇനം വിളകളുണ്ട് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത്? വിള എന്ന് പറയാൻ ഇപ്പൊ എന്റെ വീട്ടിൽ ഇല്ലാത്ത പച്ചക്കറികളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. മുരിങ്ങ, രണ്ടും ഒന്നാണല്ലോ. തക്കാളി, ചീര, വെണ്ട, വഴുതന, ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് നമ്മുടെ നാട്ടിൽ വിളയുമോ എന്ന് ആൾക്കാർക്ക് എല്ലാം വിളയും. ക്യാരറ്റ് ഇല്ലല്ലോ. ക്യാരറ്റ് ഉണ്ട്. തണുപ്പുള്ള സ്ഥലത്തല്ലേ? അല്ല, ക്യാരറ്റ് ഉണ്ട്. അതിന്റെ ഫോട്ടോ എന്റെ ഉള്ള. അത് വിളവെടുത്ത് കഴിഞ്ഞു. ക്യാരറ്റ്, ബ്രൊക്കോളിയൊക്കെ ഇപ്പൊ വിളവെടുത്ത് കഴിഞ്ഞു. അതെല്ലാം ഞാൻ ഫോട്ടോ ഇട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഇമ്പോസിബിൾ ആണെന്ന് പറയുന്ന കാര്യങ്ങൾ അരുവിക്കരയിലാണ്. ആ സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടി ഒന്ന് പറയാമോ? മുള്ളിലവിൻ മൂട്. കൊള്ളാല്ലേ, നല്ലൊരു പേരാ. മുള്ളിലവിൻ മൂടിലുള്ള നമ്മുടെ ഭാസ്കരൻ നായർ ചേട്ടന്റെയും വിജയൻ ചേച്ചിയുടെയും വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇല്ലാത്ത കൃഷിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സംശയത്തിലാണ് ചോദിച്ചത് ക്യാരറ്റ് ഉണ്ടോ? ഇപ്പൊ ക്യാരറ്റും ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നല്ല തക്കാളിയൊക്കെ പാകമായി വരുന്നു അല്ലേ? തൊട്ടപ്പുറത്ത് വെണ്ടയ്ക്കയുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് എന്താണ്? ചൊരക്കയുണ്ട്. അപ്പം മൊത്തത്തിൽ ഏകദേശം എത്ര ഇനങ്ങൾ ഉണ്ടാവും? എണ്ണി നോക്കിയാൽ ഒരു 20-22 ഇനവും ഉണ്ട്. കൂടുതലുണ്ടാവും. ഇത് എത്ര സമയം എടുക്കും ഇതൊക്കെ പരിചരിക്കാൻ? അല്ല, അങ്ങനെ മക്കളെ പോലെ നോക്കണ്ടേ? തീർച്ചയായിട്ടും. കൃഷി എന്ന് പറയുന്നത് അത് മനസ്സിൽ നിന്ന് വരണ ഒരു സ്നേഹമായിരിക്കണം, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ ഒരു 6 മണിക്ക് കയറുക, ഒരു 8-8:30 ആകുമ്പോൾ ഇറങ്ങുക, തിരിച്ച് വൈകുന്നേരം 4 മണിക്ക് കയറുക, 6 മണിക്ക് ഇറങ്ങുക. ഈ ഇലകളൊക്കെ പിടിച്ചു നോക്കും. ഇതിനകത്ത് ഒരു പെസ്റ്റിസൈഡും അടച്ചിട്ടില്ല? ഒന്നുമില്ല. ഓർഗാനിക് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജമന്തിപ്പൂക്കൾ വെച്ചിരിക്കുന്നത്. അപ്പൊ കീടങ്ങളൊന്നും അധികം വരുന്നില്ല. ജമന്തിപ്പൂക്കൾ വെച്ച കീടങ്ങൾ വരുന്നില്ലേ? ഇല്ല, അധികം വരുന്നില്ല. ജമന്തിപ്പൂക്കളിലേക്ക് പുതിയ കീടം വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ജമന്തിപ്പൂക്കളിൽ ജമന്തിപ്പൂക്കളെ ഒരു പ്രതിരോധമാണ്. ഈ കീടങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധമാണ്. പിന്നെ പോളിനേഷൻ നടക്കാനും നല്ലതാണ്. തേനീച്ചകൾ വരും. വളരെ ശാസ്ത്രീയമായ മട്ടുപ്പാവ് കൃഷി ചുരുങ്ങിയ സ്ഥലത്ത്, എനിക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. 15 സെന്റിലാണ് ഇത്രയും അധികം കൃഷി. വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെയാണോ എടുക്കുന്നത്? വീട്ടിലേക്ക് മാത്രമല്ല, ഞാൻ മിച്ചം വരണത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഒരു വിപണിയുണ്ട്, അതിലേക്ക് കൊടുക്കുകയും ചെയ്യും ശനിയാഴ്ച. 15 സെന്റിൽ നിങ്ങൾക്ക് കൃഷി നടത്തി വിജയിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. വിജയ് ചേച്ചി പറയുന്നു പറ്റുമോ? തീർച്ചയായിട്ടും. ആണോ? അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വഴിയെ പരിചയപ്പെടാം. നമ്മളിപ്പോൾ വിളകളൊക്കെ കാണണം, ഇതെങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളത്. ഇപ്പോൾ കേട്ടിട്ടൊരു അത്ഭുതം തോന്നില്ലേ? 15 സെന്റ്, ഇപ്പോൾ 1 ഏക്കർ ഉള്ളവർക്കും കൃഷി നഷ്ടമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ കൃഷി
സ്വയം പര്യാപ്തമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള മറുപടി നമുക്ക് ഇവരിൽ നിന്ന് ചോദിക്കാം. ഒരു നല്ല ടിപ്പായിരിക്കുമെന്ന്. മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ കൃഷിക്കാർക്ക് ഒരു ആവേശം നൽകുന്ന, അല്ലെങ്കിൽ ഏത് സമൂഹത്തിൽ ഏത് ലെവലിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അവിടെ നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മട്ടുപ്പാവ് കൃഷി. അതിന് വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത ഞാനൊന്ന് പ്രേക്ഷകരെ അറിയിച്ചിട്ട് വരാം. വീട്ടിലിരുന്ന് ഇതുവരെ ആരും വാർത്ത വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റുഡിയോ നേരെ വീട്ടിലേക്ക് വന്നു. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലിരുന്ന് വാർത്ത വായിക്കാൻ പോവാണ്. തലക്കെട്ടുകൾ വാർത്തയൊക്കെ കാണാറുണ്ടല്ലോ. തീർച്ചയായിട്ടും കാണാറുണ്ട്. ഭാസ്കരൻ നായർ ചേട്ടൻ ഉണ്ട് സാർ. സ്ഥിരമായിട്ടും ഉണ്ടാവും. ഉണ്ടാവും. സെക്രട്ടേറിയറ്റ്. ഈ സെക്രട്ടേറിയറ്റിനെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? മിസ് ചെയ്യുന്നില്ല. മിസ് ചെയ്യുന്നില്ല. പകരം തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക അല്ലേ? കൂടുതൽ ആൾക്കാരെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചു. വേണം. അങ്ങനെ ആൾക്കാരെങ്കിലും തിരിഞ്ഞോ? അങ്ങനെ ഉണ്ട്. ഇഷ്ടംപോലെ തിരിഞ്ഞു. ഇഷ്ടംപോലെ ആൾക്കാർ. പഞ്ചായത്ത്, എനിക്കൊന്ന് ഈ പഞ്ചായത്തിനെ വേണമെങ്കിൽ ഒരു മോഡൽ മട്ടുപ്പാവ് കൃഷി പഞ്ചായത്താക്കി മാറ്റാം പ്രസിഡന്റ് വിചാരിച്ചാൽ. മാറ്റാം. പിന്തുണയ്ക്കാനൊരു ഫാമേഴ്സ് ബാങ്ക് ഉണ്ട്. ഇതേപോലുള്ള ആൾക്കാർ ആവേശം നൽകാനുണ്ട്. പ്രോജക്ട് എടുത്തിട്ടുണ്ട് ചെടിച്ചട്ടിയിലെ പച്ചക്കറി കൃഷി. ചെടിച്ചട്ടിയിലെ പച്ചക്കൃഷി. അപ്പൊ ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം മാത്രമല്ല, അല്ലല്ല, ഇറക്കി കൊടുത്തു. ഇപ്പോ രക്ഷാപ്രവർത്തനം ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനമാണ് ഉദ്ദേശിച്ചത്. ചെടിച്ചട്ടി കൊണ്ട് ഗുണകരമായ കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ വിശേഷങ്ങളും കാണാം. നോക്കൂ, ഇത്ര മനോഹരമായ കാഴ്ച. ഞങ്ങളുടെ 4 ക്യാമറമാന്മാരിൽ നിന്ന് പകർത്തിയിട്ടും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് തീർക്കാൻ കഴിയുന്നില്ല. മനോഹരമായ വെണ്ടയ്ക്ക, പാവയ്ക്ക അല്ലേ, ചൊരയ്ക്ക. പാവയ്ക്ക മുകളിലുണ്ട്. അവിടെ മുകളിലുണ്ട്. നമ്മുടെ അവിടെയും ഉണ്ട് ചമന്തി അല്ലേ, അവിടെയും പൂക്കളും ഉണ്ട്. പിന്നെ ഓക്കെ. അപ്പം ഈ കാഴ്ച